ഹായ് ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പേടയാണ്, മിൽക്ക് പേട. അത് നമ്മൾ ക്യാൻഡി പോലെയാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു ക്യാൻഡി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഞാനത് സ്റ്റൗ കത്തിച്ച് അതിനൊരു പാൻ വെച്ച് ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. അത് മെൽറ്റായി വന്നു കഴിയുമ്പോഴേക്കും 1 കപ്പ് ഞാൻ മൈദയും ഒരു പിഞ്ച് ഉപ്പും കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ടെക്സ്ചർ മാറി വരണം. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ കുഴഞ്ഞൊക്കെ ഇരിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഈ മൈദയ്ക്കൊരു കുഴപ്പമുണ്ട്, അത് കുറച്ച് നേരം നെയ്യ് കിടന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് ടെക്സ്ചർ മാറി ലൂസാവാൻ തുടങ്ങും നന്നായിട്ട്. ആ ലൂസ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് പതുക്കെ ലൂസാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ലൂസായി തുടങ്ങിക്കഴിഞ്ഞ് നമ്മളത് വേറൊരു ബൗളിലോട്ട് മാറ്റി നമ്മളത് ആറാൻ വേണ്ടി വെക്കുക കേട്ടോ, കൂളിങ്ങിന് വേണ്ടിയിട്ട്. കൂൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനകത്ത് കൂൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മിൽക്ക് പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ മിൽക്ക് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1.25 ടേബിൾ സ്പൂൺ ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഷുഗറും 2 ഏലക്ക ഞാൻ ചതച്ചതിട്ട് ക്രഷ് ചെയ്ത് ഞാൻ അതും കൂടെ ആഡ് ചെയ്ത്, അതിൻ്റെ ഇടയ്ക്ക് നിച്ചു അവിടെ നിന്ന് ഷുഗർ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴയ്ക്കുക. അപ്പോൾ നമുക്ക് കുഴയ്ക്കാൻ വേണ്ടി ഞാനിവിടെ നമ്മുടെ മിൽക്ക് പേടയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഞാൻ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ നമ്മൾ കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ച് അത് സെറ്റാക്കി നമ്മൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ഉരുള എടുത്ത് നമ്മളത് റോൾ ചെയ്യുകയാണ്. നമ്മൾ മിഠായിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ നമ്മളത് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് റോൾ ചെയ്ത് ഞാനൊരു പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനത് കവർ ചെയ്യാൻ വേണ്ടി ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10 to 15 മിനിറ്റ് നമ്മൾ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കണം നമ്മളത്. എന്നാലാണ് സെറ്റായിട്ട് കിട്ടുക. ആ ബട്ടർ പേപ്പറുമായിട്ട് സെറ്റായിട്ട് കിട്ടും. സോ 1 hourക്ക് വെച്ച് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഞാനത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് നിച്ചുവിന് കൊടുത്തു. നിച്ചുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ക്യാൻഡി. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ്. ആ ഒരു ഏലക്കയുടെ ഫ്ലേവറൊക്കെ വന്നപ്പോൾ നല്ല സോഫ്റ്റാണ്, സ്വീറ്റാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ഐറ്റം കേട്ടോ എന്തായാലും ഇത്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നൊരു സിമ്പിളായിട്ടാണ്. അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിച്ചു എന്തായാലും 3 കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.